ആൻഡ് ഫൈനലി ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ തമിഴ് മൂവി ഞങ്ങളും കണ്ടു. കിടിലൻ മൂവി. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ, ഒരു സിനിമ പ്രേമി എന്ന നിലയിൽ എന്നെ സിനിമ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചു. ചില ടൈമിലുണ്ടല്ലോ നല്ല ഗൂസ്ബം മൊമെന്റ്സ് ഉണ്ടായിരുന്നു, നല്ല ഹൈ മൊമെന്റ്സ് ഉണ്ടായിരുന്നു, ഒരു ഇമോഷണൽ കണക്ട് സിനിമയായിട്ട് ഫീൽ ചെയ്തു. ഞാൻ സിനിമ കണ്ടത് PVR-ലാണ്. എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയത് സൗണ്ട് ഇച്ചിരി കുറവായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഫ്രണ്ടിൽ നിന്ന് മാത്രമായിട്ട് സൗണ്ട് കിട്ടുന്നുള്ളൂ. സിനിമകൾ കൂടുതലും കാണുന്നത് വനിതാ വിനിതയിലാണ്. ആൻഡ് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് മേ ബി എന്റെ മാത്രം ഒരു കുഴപ്പമായിരിക്കാം. സിനിമ എന്താന്നുള്ളത് ഓൾറെഡി ട്രെയിലറിലുണ്ട്. ഒരു പക്ക മാർഷൽ ആർട്ട് സ്റ്റഫാണ്. കരാട്ടെ ബേസ്ഡ് മൂവി. കരാട്ടയൊക്കെ അറിയാവുന്ന ഒരു ഫാമിലി, അവരിലേക്ക് ഒരു പ്രോബ്ലം വരുന്നു. ആ പ്രോബ്ലത്തിന് അവർ എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, എങ്ങനെ അതിനെ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതാണ് സിനിമയുടെ ഒരു ത്രെഡ്. യൂഷ്വലി കണ്ടുവരുന്ന ഒരു സ്റ്റോറി തന്നെയാണ്, പക്ഷെ അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി അടിപൊളിയാണ്. ആൻഡ് ഇതിന്റെ റൈറ്റർ സുഭാഷ് കെ രാജ്, അദ്ദേഹം തന്നെയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ എത്രത്തോളം ടെക്നിക്കലി ബ്രില്യന്റ് ആണെങ്കിലും അതിന്റെ സ്റ്റോറി ഓഡിയൻസിനോട് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ സിനിമ അത്ര വിജയിക്കണമെന്നില്ല. സ്റ്റോറിയാണ് ഇതിന്റെ ബേസ്. ഇവിടെ അത് രണ്ട് സംഭവിച്ചിട്ടുണ്ട്. ഇതിലേക്ക് പല കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ ഇത് എങ്ങനെ കണക്ട് ആവും എന്നുള്ളത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ലൈക്ക് സിനിമയിലേക്ക് ഇന്നാവുക. കണക്ട് ചെയ്യുന്ന രീതി ഭയങ്കര രസകരമായിട്ടാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന വന്നവരും പോയവരും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അർജുൻ, അദ്ദേഹത്തെ പറ്റി നമുക്ക് അറിയാം. അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ എന്താണെന്നറിയാം. ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആട്ടോ. വന്ന് നിന്ന് കഴിഞ്ഞാൽ ഉണ്ട്. അഭിരാമി ആയാലും പ്രീതി ആയാലും ഒക്കെ അവരുടെ റോള് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വേ ഓഫ് പ്രസന്റിങ് ദ ക്യാരക്ടർ അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കത് വിശ്വസനീയമാണ്. അവരത് ചെയ്തില്ലെങ്കിലേ അതിശയുള്ളൂ. അതിന്റെ കാരണം ഈ സ്റ്റോറി തന്നെയാണ്. പിന്നെ വില്ലന്മാര് ഒരു രക്ഷയില്ല കേട്ടോ. അയ്യോ, മെയിൻലി 2 വില്ലന്മാരാണ് ഉള്ളത്. രണ്ടുപേരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എബ്രാഹാം എന്നുള്ള റോൾ ചെയ്ത പുള്ളി, ആളുടെ പേര് അർജുൻ ചിദംബരം എന്നാണ്. പിന്നെ ജോൺ കോക്കൻ ചെയ്ത വില്ലൻ. ഇതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് അബ്രഹാം എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. പുള്ളി ഒരു വില്ലനാണ്. അതായത് കമ്പോസിങ് ചെയ്തിരിക്കുന്നത് രവി ബാസു. അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടികളും നമുക്കറിയാം. ആൻഡ് ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2-2.5 മണിക്കൂർ ആണ് സിനിമ വരുന്നത്. ആൻഡ് ആ 2.5 മണിക്കൂർ പട്ടേന്നാണ് പോകുന്നത്. അറ്റ് ടൈമിൽ മൾട്ടിപ്പിൾ എലമെന്റ്സിനെ ഇങ്ങനെ കണക്ട് ചെയ്താണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ചില സമയത്ത് കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ലോ, അയ്യോ, അത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഫൈറ്റ്സും അതുപോലത്തെ ആക്ഷൻ സീക്വൻസുകളും ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ചിലപ്പോൾ ഇത് വർക്കാണെന്നില്ല. എന്നാൽ നന്നായിട്ട് ഈ ആക്ഷൻ സീക്വൻസുകളും ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് സിനിമ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഓവറോൾ സിനിമ അടിപൊളിയാണ്. നിങ്ങൾ പോയി കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്.